പെൺകുട്ടികളെ വാപ്പാനോട് വല്ലാത്ത സ്നേഹമല്ലേ, ഉപ്പാനോട് വല്ലാത്ത സ്നേഹമല്ലേ? പഠിച്ചവനെ ഇന്ന് ഞാൻ വിളമ്പത്തു മക്കാമിൽ നിന്നിറങ്ങി വരുമ്പോ ഒരു ചെറിയ മകൾ എന്റെ അടുക്കലോടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യണേ, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി ദുആ ചെയ്യണേ. പൊന്നുമോളുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ സങ്കടം വന്നു. പെൺകുട്ടികൾക്ക് ഉപ്പാനോട് വല്ലാത്ത സ്നേഹമാണല്ലോ, ആൺകുട്ടികൾക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണല്ലോ. ഖബറിലല്ലേ വാപ്പയും ഉമ്മയും പലരുടെയും ഖബറിലല്ലേ, പലരും രോഗം പിടിച്ച് കിടക്കുകയല്ലേ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമ, കരളിന്റെ കഷ്ടമായ ഫാത്തിമ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് ചരിത്രം അറിയുമല്ലോ, ഫാത്തിമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. പഠിച്ചവനെ അതാ ഒരു ദിവസം അലിയാര് തങ്ങള് ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അതാ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അതാ സലാം പറഞ്ഞുകൊണ്ട് മടക്കുകയാണ്. പക്ഷേ ഫാത്തിമയുടെ മുഖത്തൊരു സങ്കടം കാണുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ മുഖത്തൊരു സങ്കടം കാണുകയാണ്. പഠിച്ചവനെ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തേ ഫാത്തിമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാത്തിമ? മുഖത്തൊരു സങ്കടം കാണുന്നല്ലോ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ പഠിച്ചവനെ ഫാത്തിമ മിണ്ടുന്നില്ല. അലിയാര് തങ്ങൾ അവസാനം ഫാത്തിമയുടെ കയ്യിൽ പിടിക്കുമ്പോ ഫാത്തിമ കരയുകയാണ്, ഫാത്തിമ കരയുകയാണ്. കാരണം എന്തെന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാ. ബീവിയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് പൊട്ടിയതെന്നറിയോ? കല്ല് പിടിച്ചിട്ട് അല്ലാഹുവേ, അലിയാരി ഞങ്ങൾ പാവപ്പെട്ടവനാണ്, ഗോതമ്പ് കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഫാത്തിമ അത് പൊടിക്കുകയാണ്, കല്ലിലിട്ട് പൊടിക്കുകയാണ്. ആ പൊടിച്ച മാവ് അതാ അലിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഫാത്തിമയും കുടുംബവും ജീവിച്ചിരുന്നത്. അല്ലാഹുവേ, ആ മാവ് പൊടിക്കുന്ന കല്ല് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിരിക്കുകയാ. പെങ്ങളെ നീ ചിന്തിച്ചു നോക്ക്, ഫാത്തിമയ്ക്ക് ബിസിയാ മോളെ, ഫാത്തിമയ്ക്ക് തിരക്കാ മോളെ. ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട്. 2 വയസ്സും 2 പേരും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഉറക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? 1 വയസ്സിന്റെ വ്യത്യാസമുള്ള ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളെ ഉറക്കുന്നത് എങ്ങനാ? പടച്ചവനെ അതാ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറിന്റെ ഒരു ഭാഗം കെട്ടിയിരിക്കുകയാണ്, മറുഭാഗം ഫാത്തിമയുടെ കാലിലാ. മക്കള് കരഞ്ഞ കാലുകൊണ്ടായിരുന്നു ഫാത്തിമ ആട്ടിയതെന്ന് ചരിത്രം പറയുകയാ. ആ ഫാത്തിമ ബീവിയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. പടച്ചവനെ അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. 2 പേരും കിടപ്പറയിൽ കിടക്കുകയാണ്, ഉറക്കം വരുന്നില്ല, എന്ത് പറയണമെന്നറിയില്ല. അവസാനം അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിന്റെ സങ്കടം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാ ഫാത്തിമ, നിന്റെ കഷ്ടപ്പാട് മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകൾ ഭർത്താവിനോട് ചോദിക്കുകയാണ്, എന്താണ് പരിഹാരം, എന്താണ്, എന്ത് വഴിയാണുള്ളത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അലിയാർ എന്ന് പറയുന്ന ഭർത്താവ് പറയുന്നു, ഫാത്തിമ നാളെ നേരം വെളുത്ത് കഴിയുമ്പോ നീ
നിന്റെ വാപ്പയെ കാണാൻ പോകണം ഫാത്തിമ. നീ പാടചാരത്ത് പോകണം, നിന്റെ കൈ കാണിച്ചു കൊടുക്കണം, നിന്റെ കഷ്ടപ്പാട് പറയണം, നിന്റെ സങ്കടം പറയണം. എന്നിട്ട് വാപ്പയോട് പറയണം, വാപ്പാ ഒരുപാട് ഖാദിമീങ്ങളുണ്ടല്ലോ, ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ, ഒരാളെ എനിക്ക് താ വാപ്പാ. ഒരു ഖാദിമിനെ കിട്ടിയാൽ എനിക്ക് സഹായമാകുമല്ലോ, എന്റെ കഷ്ടപ്പാട് മാറുമല്ലോ. അതുകൊണ്ട് നീ നിന്റെ വാപ്പാന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ, നിന്റെ ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ട്, ഒരാളെ നീ ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ തരും ഫാത്തിമ. നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചിന്തിച്ചപ്പോ പറയുന്നത് ശരിയാണല്ലോ, സമാധാനമായി കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു, വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പോവുകയാണ്, സ്വന്തം വീട്ടിലേക്ക് കടന്നു പോവുകയാണ്, വാപ്പാടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലില്ല. വെളുപ്പാങ്കാലത്തെ ഒരു യാത്ര പോയിരിക്കുകയാണ്. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി, ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഫാത്തിമ തന്റെ കൈ കാണിച്ചിട്ട് സങ്കടം പറയുകയാ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കൊരു ഖാദിമിനെ വേണമുമ്മ, എനിക്കൊരു ജോലിക്കാരനെ വേണമുമ്മ. വാപ്പാടെ കയ്യിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഒരാളെ എനിക്ക് വേണം, ഉമ്മ എനിക്ക് വാങ്ങിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആയിഷ ഉമ്മയോട് പറയുകയാണ്, ആയിഷ സമാധാനിപ്പിക്കുകയാണ്, ആയിഷ ബീബി സമാധാനിപ്പിക്കുകയാണ്. അതാ ഫാത്തിമ ബീബിയെ പറഞ്ഞു വിടുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അന്ന് ഒരുപാട് താമസിച്ചാണ് നബിതങ്ങള് വന്നത്, ഒരുപാട് രാത്രിയിലാണ് വന്നത്. പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ആയിഷ ബീബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ, വല്ലാത്ത സങ്കടത്തിലാണ് നബിയേ, പൊന്നുമോളുടെ കൈപൊട്ടിയിരിക്കുന്നു നബിയേ, ഒരു ജോലിക്കാരനെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു നബിയേ, ഒരാളെ കൊടുക്കണേ നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ നബിതങ്ങൾ ചാടി എഴുന്നേൽക്കുകയാ, അവിടുന്ന് വസ്ത്രമെടുത്ത് ധരിക്കുകയാ. ആയിഷ ബീബി ചോദിക്കുന്നു, എവിടെ പോകുന്നു നബിയേ? ആയിഷ, എനിക്കെന്റെ പൊന്നുമോളെ കാണണം ആയിഷ, എനിക്കെന്റെ പൊന്നാര മകളെ കാണണം ആയിഷ. നബിയേ, ഒരുപാട് രാത്രിയായി നബിയേ, ഒരുപാട് രാത്രിയായി നബിയേ, ഫാത്തിമ ഉറങ്ങിയിട്ടുണ്ടാകും നബിയേ, നേരം വെളുത്തിട്ട് പോകാൻ നബിയേ. നബിതങ്ങൾ പറഞ്ഞു, ഇല്ല, എനിക്കെന്റെ പൊന്നുമോളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ നബിതങ്ങൾ ഇറങ്ങുകയാണ് തന്റെ പൊന്നാര മകളെ കാണാൻ. രാത്രിയിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇറങ്ങുകയാണ്, എനിക്ക് ഫാത്തിമയെ കാണണം. നബിതങ്ങളുടെ സ്നേഹമൊന്ന് ചിന്തിക്കടോ. നബിതങ്ങൾ ഫാത്തിമ ബീബിയുടെ വീടിന്റെ മുമ്പിൽ വന്നു, അവിടെ സലാം പറഞ്ഞു. നബിതങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുകയാ. നബിതങ്ങൾ പറഞ്ഞു, ഇരിക്കലിയേ, എനിക്ക് ഫാത്തിമ. രണ്ടുപേരെയും പിടിച്ചെടുത്തിരുത്തുകയാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കണം, ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരാകണം, ഒരു വാപ്പയുടെ ക്വാളിറ്റി എന്തെന്നറിയോ? എടുത്ത് ചാടാൻ പാടില്ല, വാശി കാണിക്കേണ്ട മനുഷ്യനല്ല, ഈഗോ കാണിക്കേണ്ട മനുഷ്യനല്ല. ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരാകണമെന്നറിയോ? പ്രിയപ്പെട്ട ഉപ്പമാരെ, നബിതങ്ങൾ ഫാത്തിമയെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരു പിതാവും തന്റെ
മക്കളെ സ്നേഹിച്ചിട്ടില്ല. നിബിതങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ ജീവനാ. ഫാത്തിമയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിബിതങ്ങൾ പറഞ്ഞ മറുപടി, ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? നിബിതങ്ങളുടെ ചോദ്യമാണ്, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാകണം? മരുമകന്റെ വീട്ടിലെല്ലാം ഉണ്ടാകണമെന്നില്ല, പോലെ കോടീശ്വരനാകണമെന്നില്ല, അതാ പടച്ചവനെ 2 നിലയുള്ള വീടുണ്ടാകണമെന്നില്ല, സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകണമെന്നില്ല, വേലക്കാരുണ്ടാകണമെന്നില്ല. അവന് പാവപ്പെട്ടവനാണ്. മക്കളെ സങ്കടം പറയുമ്പോ മക്കളോട് പറഞ്ഞു കൊടുക്കണം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അല്ലാതെ പടച്ചവരെ ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങൾ പറയുമ്പോ മക്കളെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് ശരിയല്ലടോ. പറയേണ്ടത് പറഞ്ഞു കൊടുക്ക്. അതിന്റെ പൊന്നുമോട് ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങൾ പറയുമ്പോ, അവിടുത്തെ ദുരിതങ്ങൾ പറയുമ്പോ, അവിടുത്തെ കഷ്ടപ്പാട് പറയുമ്പോ നിന്റെ ജീവിതം പറഞ്ഞു കൊടുക്ക്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാതെ വിളിച്ചിറക്കി കൊണ്ടുവരലല്ല, മക്കളുടെ ജീവിതം കളയലല്ല, മക്കളുടെ ജീവിതം കളയലല്ല. പടച്ചവനെ വാപ്പ വാപ്പയാകൂ. എല്ലാവർക്കും വാശിയാടോ. തങ്ങള് തന്റെ വീട്ടിൽ വന്നിട്ട് ജോലി കാരണം കൈ പൊട്ടിയിട്ട് മക്കള് വന്ന് മോള് വന്ന് സങ്കടം പറഞ്ഞു. ആ രാത്രിയിൽ തന്നെ നബിതങ്ങൾ വീട്ടിൽ പോയി മോളെ കാണാൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി കടന്നുറങ്ങുന്ന മോളെ വിളിച്ചു നിർത്തി തന്റെ പൊന്നാര മകളുടെ സൈഡിൽ പോയി ഇരുന്നിട്ട് ആ കൈ പൊടിച്ച് ഇങ്ങനെ നോക്കിയിട്ട്, ഫാത്തിമ എല്ലാം വാരി കെട്ടിക്കോ, വാ പോകാന്നല്ല പറഞ്ഞത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ഒരു ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഇന്നതാ പറഞ്ഞു കൊടുക്കുക. ഇന്ന് അങ്ങനല്ല. ഇന്ന് വാശിയും വൈരാഗ്യവും ഈഗോയും. പടച്ചവനെ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും വാരി കെട്ടി വന്നേരെ. പടച്ചവനെ ഉമ്മയ്ക്കാ വാശി, പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്ക്, പയ്യനെക്കാളും വാശി പയ്യന്റെ ഉമ്മയ്ക്ക്, പെങ്ങൾക്ക് വാശി വൈരാഗ്യം. മക്കളുടെ ജീവിതം പോകുന്നതിനൊന്നും സങ്കടമില്ലടോ. മക്കളെ യതീമായി പോകുന്നു, സ്വന്തം മകള് വിധവയായി പോകുന്നു, വാശിയും വൈരാഗ്യവും. ഒന്ന് മിണ്ടിയാൽ, ഒന്ന് സംസാരിച്ചാൽ എല്ലാം തീർന്നു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അതൊന്നും സ്നേഹമല്ല. ഇന്നത്തെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതൊന്നും സ്നേഹമല്ല. വാപ്പയും ഉമ്മയും വാശിയൊക്കെ കാണിച്ച് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരും. അവസാനം പടച്ചവനെ നീ ഒരു ഭാരമായി മാറും. പിന്നെ ഏതെങ്കിലും 2ാം കെട്ടുകാരന്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കും. അതൊരധിക പറ്റായി തോന്നും. മങ്ങളെ ഉപ്പയെന്ന് പറഞ്ഞാൽ സങ്കടങ്ങൾ, ഉമ്മയെന്ന് പറഞ്ഞാൽ തന്റെ മക്കൾ പറയുമ്പോൾ മക്കൾക്ക് തിരുത്തി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകൾക്കെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഫാത്തിമ നീ വീട്ടിൽ വന്നിട്ട് ഒരു അടിമയെ ചോദിച്ചല്ലോ, നീ വീട്ടിൽ വന്നിട്ട് ഒരു ജോലിക്കാരന് വേണമെന്ന് പറഞ്ഞല്ലോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിമ നിനക്ക് ഒരു അടിമയെ വേണോ, അതോ അള്ളാഹുവിന്റെ മുമ്പിൽ നന്മ കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? നബി തങ്ങളുടെ ചോദ്യമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഫാത്തിമ സഹായത്തിന് ഒരു ഖാദിമിനെ വേണോ, അതോ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? എന്താണ് വേണ്ടത് നീ പറ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു, എനിക്ക് പ്രതിഫലമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് നന്മ കിട്ടുന്ന, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാണ് വേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുവോ? കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നബി തങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഇത് പറയാതെ ഉറങ്ങല്ലേ ഫാത്തിമ, ഇത് പറയാതെ ഉറങ്ങല്ലേ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും, പടച്ചവനെ ഒരു സുബ്ഹാനല്ലാഹ് പറയാനാണോ, ഒരു
അൽഹംദുലില്ലാ പറയാനാണോ, അല്ലാഹു അക്ബർ പറയാനാണോ ഇത്രയും നേരം എടുത്തതെന്ന് ചിന്തിക്കല്ലേ വാപ്പാ. നിനക്കത് നിസാരമായി പോയി. ഒരു സുബ്ഹാനല്ലാഹും ഒരു അൽഹംദുലില്ലാഹും ഒരു അല്ലാഹു അക്ബറും നമുക്കൊക്കെ നിസാരമായി പോയടോ. അത് നിസാരമല്ല, അതിന് വല്ലാത്ത പ്രതിഫലമാണ്, അതിന് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളുടെ ബെഡ്റൂമിന്റെ അകത്ത് വെച്ച് നബി തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത്. നിന്നെ പോലെ 50ഉം 60ഉം കൊല്ലമൊന്നും ഫാത്തിമ ജീവിച്ചില്ല. 29 കൊല്ലമേ ജീവിച്ചുള്ളൂ. ഫാത്തിമ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും ഫാത്തിമ മുടക്കിയിട്ടില്ല. പടച്ചവനെ അറിയാൻ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. റസൂലിന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, ഞാനും ഇന്നുവരെ മുടക്കിയിട്ടില്ല, ഞാനും ഇന്നുവരെ മുടക്കിയിട്ടില്ല, മരിക്കുവോളം ഞാൻ മുടക്കുകയുമില്ല. റസൂലിന്റെ പൊന്നുമോട് ചെയ്ത നന്മയാ, അലിയാര് തങ്ങൾ ചെയ്ത നന്മയാ. വലിയ പ്രതിഫലമാടോ, വലിയ പ്രതിഫലമാടോ. ചെറുതെന്ന് പറഞ്ഞ് തള്ളിക്കളയലല്ല. അതുകൊണ്ട് വാഴ്ച കേൾക്കാമെന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും പറയാനാ പറയുന്നില്ല, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനാ പറയുന്നില്ല. സിറാജേ, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾ ചെയ്യാൻ തയ്യാറാ. ഒന്ന് വാഴ്ച കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് അവസാനം കിടപ്പറയിലേക്ക് കടന്നു വരുമ്പോ ആ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, ഫാത്തിമ ബീവി മരിക്കുന്ന കാലം വരെ ചെയ്തതല്ലേ, അലിയാർ തങ്ങൾ മരിക്കുന്ന കാലം വരെ ചെയ്തതല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. തീരുമാനിക്ക ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഈ ശഅബാനിന്റെ രാത്രിയിൽ ഒരു തീരുമാനമെടുക്ക്. പടച്ചവനെ, ശഅബാൻ 15ന്റെ രാവ് കടന്നു വരാ പോവുകയാണ്. നിങ്ങളെ മുത്തുനബി പറഞ്ഞതല്ലേ, ഫാത്തിമ ചെയ്തതല്ലേ, അലിയാർ തങ്ങൾ ചെയ്തതല്ലേ. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ തീരുമാനിക്ക്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുത്തു, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഈ ദിക്ർ പറഞ്ഞിട്ട് നീ കിടന്നുറങ്ങാവൂ. അത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് എന്നും പറയണമെന്ന് ഞാൻ പറയുന്നു, ഇന്നത്തെ ഒരു രാത്രി ഈ നല്ല കാര്യം ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈകൊക്കി. ഇന്നത്തെ ഒറ്റ രാത്രി ഉസ്താദ്, ഇന്ന് ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാഹ് പറയും, അല്ലാഹു അക്ബർ പറയും. ഇത് പറഞ്ഞിട്ട് ഉറങ്ങും. ഒന്ന് കൈപൊക്കി അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹ്, ഇന്ന് ഈ മജ്ലിസിൽ ആരൊക്കെ ഇതെന്നെ കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഉയർത്തിയ ഈ കൈ ഉയർത്തിയ ഞങ്ങൾക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഈ ഉയർത്തിയ കൈ ഹൗലുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചോനെ, നീ ഭാഗ്യം തരണേ പടച്ചോനെ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്, ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ഞാൻ ലക്ഷക്കണക്കിന് രൂപയൊന്നും ചോദിച്ചില്ല. ഇന്ന് രാത്രി കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നെഞ്ചും പിരിച്ചിരുന്നവന് സ്വർഗം കിട്ടാൻ ദുആ ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടെ കൈപൊക്കി, ഒന്നുകൂടെ. ഇപ്പൊ പൊങ്ങിയതുണ്ടോ? ഇപ്പൊ പൊങ്ങിയതുണ്ടോ? നേരത്തെ പൊങ്ങാത്ത കൈയൊക്കെ ഇപ്പൊ പൊങ്ങിയതുണ്ടോ? അതങ്ങനെ ചിലർക്കൊന്ന് തലയ്ക്ക് കൊടുത്താലേ നേരെ ആവത്തുള്ളൂ.
വാപ്പ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞു മോനെ അത് എടുത്തിട്ട് പാടാ. അവൻ കേട്ട പരിചയം പോലും എങ്ങനെ ഇരിക്കും. വാപ്പാടെ ശബ്ദം മാറി കൂടെ കയ്യിൽ കൂടെ ശബ്ദം കൂട്ടിയിട്ട് പറയും പോയി എടുത്തിട്ട് പാടാ. അവൻ അനങ്ങത്തില്ല. തലയ്ക്കൊന്നും കൊടുത്തിട്ട് പറയും പോയി എടുത്തിട്ട് പാടാ. ഓടിപ്പോയി എടുത്തിട്ട് വരും. ചിലരങ്ങനെ ഒന്ന് കൊണ്ടാലേ നന്നാകത്തുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. ഉറക്കെ പറ അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളെല്ലാരും കൈപൊക്കി സിറാജ ഇന്ന് രാത്രി ഞാൻ ചെയ്യുമെന്ന് എല്ലാവർക്കും പറ്റൂലടോ. ഈ കൈപൊക്കി എല്ലാവർക്കും പറ്റൂല. എന്നാ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ കട്ടിലിൽ പോയിരിക്കുമ്പോൾ നിനക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലാഹുവേ എന്ന് പറഞ്ഞതല്ലേ, നിയ്യത്ത് ചെയ്തതല്ലേ, ഇത് ചെയ്തിട്ടുറങ്ങാം. എന്ത് വന്നാലും ഞാനിത് ചെയ്തിട്ടേ ഉറങ്ങൂ. അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം കേട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം ഈ ഒരു മനസ്സ്. ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സ്, ഈ മനസ്സ് നമുക്ക് ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു മനസ്സ് നൽകുമാറാകട്ടെ. രണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. സമയത്തിന് ഒരു കാര്യം കൂടെ പറയാനോ അല്ലാഹു പറയുകയാണ്, രണ്ടാമത്തെ കാര്യമെന്താ? രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ. വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ കാര്യമെന്താ? പെങ്ങളെ പഠിക്കണേ പൊന്നുമോള്. അല്ലാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എത്ര വലിയ സങ്കടം വന്നാലും, എത്ര വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അത് പടച്ച റബ്ബിനോട് പറയുന്നവരാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നവരാണ്. പടച്ചവനോട് ദുആ ചെയ്യുന്നവരാണ്. രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും അവര് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും ഒന്ന് ഇത്തിരി മുമ്പോട്ട് കയറിക്കല്ലേ. ഞാൻ നിർത്താൻ പെട്ടെന്ന് ഒന്ന് കസേര മുമ്പോട്ട് കയറ്റിക്കുമ്പോൾ തെളിയങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കയറിക്കാം. ഉസ്താദന്മാരൊക്കെ അവരൊക്കെ സ്റ്റേജിൽ ഇരിക്കേണ്ടവരാ. ഫ്രണ്ടിലോട്ട് കയറി എല്ലാവരും നടത്തിരുന്നു. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വിരുവില്ല കഴിഞ്ഞല്ലോ. നടത്തിരുന്നു. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് കസേര പൊക്കു ചങ്ങായിമാര് ഇവർക്ക് നടക്കാൻ തന്നെ വയ്യ. കോട്ടയ്ക്കൊണ്ടായിരിക്കും സാമാർക്കൊക്കെ ക്ഷമ വേണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ആഫിയായ ഇൽമ നൽകുമാറാകട്ടെ. പെട്ടെന്ന് കയറിക്കോ. കഴിഞ്ഞു മുത്തലിങ്ങളൊക്കെ കയറിക്കോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ട്, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും അവർ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ദുആ ചെയ്യും പ്രതീക്ഷയോടുകൂടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇരിക്കണ എല്ലാവരും ദുആ ചെയ്യും. പക്ഷെ നമ്മുടെ ദുആ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷയില്ലടോ. ഈ ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിരാശയാണ്. ആർക്കും പ്രതീക്ഷയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവർ, എത്ര കാലമായ ഉസ്താദേ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, എനിക്ക് മക്കളെ തരുന്നില്ല, എനിക്ക് വീട് തരുന്നില്ല, എന്റെ രോഗം മാറ്റുന്നില്ല, എന്റെ ജോലി, എനിക്ക് നല്ലൊരു ജോലി തരുന്നില്ല, എനിക്ക് നല്ലൊരു ഇണയെ തരുന്നില്ല, എന്റെ കഷ്ടപ്പാട് മാറുന്നില്ല. നമ്മളൊക്കെ പറയുന്ന പരാതിയാ. ഇവിടെ ചുമ്മാതെ കടന്ന് ദുആ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാതെ കടന്ന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ദുആ എന്ന് പറയുന്നത്, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. എന്താ ദുആ എന്ന് പറഞ്ഞാൽ, എങ്ങനെ ദുആ ചെയ്യുന്നവർക്കാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ലഭിക്കുന്നത്. നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. നമ്മളൊക്കെ ദുആ ചെയ്യും. പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. എത്ര പേര് ആമീൻ പറയുന്നു. എടാ, ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്ക് വേണ്ടി അല്ലാഹ് ഇത് ചെയ്യുന്നത്. എത്ര പേരാ കൈയൊന്ന് നേരെ പിടിക്കുന്നത്, എത്ര പേരാ ഒന്ന് നേരെ ഇരിക്കുന്നത്. ഉസ്താദന്മാര് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ, മജ്ലിസുകളിൽ ദുആ ചെയ്യുമ്പോൾ, ഖത്ം ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ, സലാത്തുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ എത്ര പേരാ ആമീൻ പറയുന്നത്, എത്ര പേരാ ഒന്ന് കൈ നേരെ പിടിക്കുന്നത്. വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ്, ഇങ്ങനെ തളർത്തി ഇങ്ങനെ
ഭക്ഷണം തിന്നാനിരിക്കുന്ന പോലെ ചമ്മണം കൂട്ടിയിരിക്കുക ദുആ ചെയ്യുന്ന സമയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കും ശബ്ദമില്ല. ദുആ ചെയ്യുമ്പോൾ ആമീനിന്റെ ശബ്ദം കേൾക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെങ്ങളെ, ചുമ്മാതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദുആ ചെയ്യേണ്ട രീതിയിൽ ദുആ ചെയ്യണം. ദുആ ചെയ്യേണ്ട രീതിയിൽ ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം ഖുർആൻ പറയുക. ഞാൻ പറഞ്ഞു തരാം ദുആ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുക. ഒരു ദുആ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു പ്രവാചകന്റെ ദുആ അല്ലാഹു തന്നെ നമുക്ക് പറഞ്ഞു തരിക. എങ്ങനെ ദുആ ചെയ്യണ്ടേ? ഇതുപോലെ ജീവിതത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് പോലെ, ഖുർആൻ പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി പറ, ഇതുപോലെ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ ദുആ ചെയ്യണ്ടേ? എങ്ങനെ ദുആ ചെയ്യണ്ടേ? കണ്ണൂർ കടപ്പുറത്ത് പോയിട്ടുണ്ടോ? നിങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടല്ലോ. ആ കടലിന്റെ തിരമാല ഇങ്ങനെ അടിച്ചടിച്ചു വരുമ്പോ പേടിയാ നമുക്ക് അതിന് എടുത്തു പോകാൻ. കാരണം തിരമാല നമ്മളെ വിഴുങ്ങിക്കളയും, നമ്മളെ വലിച്ചു കടലിലേക്ക് കൊണ്ടുപോകും. നമുക്ക് പേടിയാ. സഹോദര, കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? പോകും തോറും ആഴം മൂടിക്കൊണ്ടേയിരിക്കും. കടലിന്റെ ഉള്ളിലേക്ക് പോകും തോറും ആഴം കൂടും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, കടലിനകത്തൊരു മനുഷ്യൻ വീണുപോയ രക്ഷപ്പെടാൻ ഓപ്ഷൻ ഇല്ല. കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗലം. ഈ തിമിംഗലം എന്ന് പറയുന്ന മത്സ്യം ജീവിക്കുന്നത് കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ്. വല്ലാത്ത നീളമാ മീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മീൻ ഒരാൾ കടലിനകത്ത് വീണുപോയാൽ എന്തു ചെയ്യും? നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുകയാ. എല്ലാവർക്കും അറിയാം യൂനുസ് നബിയുടെ ചരിത്രം എന്താണ്. കപ്പലിൽ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു നാട്ടിൽ നിന്ന് മടങ്ങി പോവുകയാണ്. അവസാനം പടച്ചവനെ കപ്പല് തകരാൻ പോവുകയാണ്. അങ്ങനെ കുറിയിടുകയാണ്. ആരുടെ പേരാണോ കിട്ടുന്നത് ആ മനുഷ്യനെ കടലിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പേരെഴുതിയിട്ടു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ് കിട്ടിയത്. എല്ലാവരും കൂടെ നടുകടലിൽ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ തെള്ളിയിടുകയാണ്. അല്ലാഹുവേ, യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ നടുകടലിൽ വീഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. സിനിമാ കഥയല്ല പറയുന്നത്, സീരിയലിന്റെ കഥയല്ല പറയുന്നത്, കെട്ടുകഥകളൊന്നുമല്ല പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഒരു മീൻ വന്ന് വിഴുങ്ങുകയാണ്. കടലിനടിയിലേക്ക് മീൻ പോവുകയാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന ഏറ്റവും വലിയ മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. പറയടാ ചെറുപ്പക്കാരാ, 1% രക്ഷപ്പെടാൻ ഓപ്ഷൻ ഉണ്ടോ? പറവങ്ങളെ, 1% സാധ്യതയുണ്ടോ? ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ, വനാദാ അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്. വനാദാ കടലിന്റെ ഇരുട്ട്, മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന ഇരുട്ട്, ആ ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ എല്ലാ വഴികളടഞ്ഞാലും പടച്ച റബ്ബ് ഒരു വഴി തുറന്നു തരുമെന്ന പ്രതീക്ഷയോടെ, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ ഒരിക്കലും കൈവിടില്ലെന്നുള്ള പ്രതീക്ഷയോടെ അവിടുന്ന് വിളിക്കുന്നു. അല്ലാ, സഹായിക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആ മീനിന്റെ വയറിനകത്ത് കിടന്നുകൊണ്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുമ്പോ, ചെറുപ്പക്കാരാ, ആഴ്ചകൾ
കഴിഞ്ഞപ്പോ ഒരു പോറലുമില്ലാതെ ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിൽ കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതാണ് അല്ലാഹ് പറഞ്ഞത്, വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണെന്ന് ഖുർആൻ പറയുമ്പോ നമുക്ക് പ്രതീക്ഷയില്ലടോ. നീ ചോദിച്ചാ പെട്ടെന്ന് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ നീ പരാതി പറയുന്നവനാണ്, നിനക്ക് നിരാശയാണ്. എനിക്ക് വീടില്ലല്ലോ, എനിക്ക് മക്കളില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കടം മാറുന്നില്ലല്ലോ, എനിക്ക് നല്ല പരിണയെ കിട്ടുന്നില്ലല്ലോ, എന്റെ കഷ്ടപ്പാട് മാറുന്നില്ലല്ലോ. എല്ലാവരും പറയുന്ന കാര്യമാണ്. പ്രതീക്ഷ വേണം ചെറുപ്പക്കാരാ, നിരാശ വേണ്ടടാ മോനെ. അല്ലാഹുവോട് ചോദിച്ചാ പടച്ച റബ്ബ് തരുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. അല്ലാഹ് പറഞ്ഞത് ചോദിച്ചാ തരുമെന്നാണ്. ചോദിക്കടാ ചെറുപ്പക്കാരാ, നിന്റെ റബ്ബ് എന്തും തരാൻ കഴിവുള്ളവനാണ്. അല്ലാഹുവിന് കഴിവില്ലെന്ന് നീ പറയരുത്. നിനക്കൊരു വീട് തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് മക്കളെ തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് നല്ല ഒരു ജോലി തരാൻ അല്ലാഹുവിന് കഴിവില്ല. എന്തിനാ നീ നിരാശപ്പെടുന്നത്? മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. എന്തേ ദുആ ചെയ്യാത്തത്? ഉസ്താദേ 10 കൊല്ലമായി 15 കൊല്ലമായി മക്കളില്ലെന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, ദുആ ചെയ്തിരുന്നെങ്കിൽ അല്ലാഹു തരുമായിരുന്നല്ലോ. നമ്മളെ ഭർത്താവ് പറയുകയാണ്, ഭാര്യയുടെ കുഴപ്പമാണ്. ഞാൻ പരിശോധിച്ചു, അവളുടെ കുഴപ്പമാണ്. ഭാര്യ പറയുന്നു, എന്റെ കുഴപ്പമല്ല, ഭർത്താവിന് കൗണ്ടിങ് ഇല്ല. പരസ്പരം പടിചാരുകയാണ്, പരസ്പരം പടിചാരുകയാ. എല്ലാരും കൈവിട്ടുപോയി. പ്രായമായി 35 40 45 മക്കളില്ല ഉസ്താദ്. ഭർത്താവ് പറയുന്ന ഭാര്യയുടെ കുഴപ്പമാണെന്ന്, ഭാര്യ പറയുന്ന ഭർത്താവിന്റെ കുഴപ്പമാണെന്ന്. എന്തിനാ മോളെ പരസ്പരം പടിചാരുന്നത്? നിനക്കറിയുമോ, മക്കളെന്ന് പറയുന്നത് അല്ലാഹു തരുന്ന ഒരു സമ്മാനമാ. നിങ്ങളെ മനസ്സിലാക്കേണ്ടതെന്തെന്നറിയോ ചെറുപ്പക്കാരാ? വീട്ടുകാര് പറയും വേറെ പെണ്ണ് കെട്ടടാ, വേറെ പെണ്ണ് കെട്ടടാ. മോനെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളില്ലായിരുന്ന പെങ്ങള് കൗണ്ടിങ് ഇല്ലാത്തത് കൊണ്ടാണോ, ഗർഭപാത്രം വികസിക്കാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ആയിഷ പ്രസവിക്കാതിരുന്നത്? അല്ലാഹു തരണം പെങ്ങള്, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും പെങ്ങള്. പലരും പറയും പ്രായമായി വയസ്സായി. ആരാ പറഞ്ഞത് 40 വയസ്സുകാരി പ്രസവിക്കത്തില്ലെന്ന്? 50 വയസ്സുകാരി പ്രസവിക്കത്തില്ലെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? പെങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്യൂ. കണ്ട ഹോസ്പിറ്റലുകളും കണ്ട മരുന്നുകളും കേറി ഇറങ്ങി തിന്നും മടുത്തില്ലേ പെണ്ണ്? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ മരുന്ന് പറയുന്നില്ലേ? ദുആ ചെയ്യ് പെങ്ങള്, ദുആ ചെയ്യ് പെങ്ങള്. ഏതുപോലെയെന്നറിയോ, ഏതുപോലെയെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുകയാണ്. ഈസാ നബിയുടെ ഉമ്മയാ. പടച്ചവനെ പള്ളിയിൽ കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ്. ഉമ്മാടെ നേർച്ചയായിരുന്നല്ലോ. പടച്ചവനെ പള്ളിയിലെ ഉസ്താദായ സക്കരിയ നബി അലൈഹിസ്സലാമാണ് മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടിയെ വളർത്തുന്നത്. ഒരു ദിവസം സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ മറിയം ബീവി പഴം തിന്നുകയാ, മറിയം ബീവി പഴം കഴിക്കുകയാ. പടച്ചവനെ എവിടെ നിന്നാണെന്നറിയില്ല. സക്കരിയ നബി ചോദിക്കും, മറിയമേ ഇതെവിടെ
ഇതെവിടെ നിന്നാ മോളെ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്തെന്നറിയോ? മറിയം ബീവി കഴിക്കുന്ന പഴം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാ. ഓരോ പഴങ്ങൾക്കും സീസൺ ഉണ്ടല്ലോ. ഇത് സീസൺ അല്ലാത്ത സമയത്ത് വന്നിരിക്കുന്ന പഴമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് മറിയം എന്ന് പറയുന്ന പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാ മോളെ? ഇതെവിടെ നിന്നാ മോളെ? മറിയമിന്റെ മറുപടി എന്തെന്നറിയോ? ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. പടച്ചവനെ, മറിയമിന്റെ മറുപടി കേട്ടപ്പോ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ, ആരാണ് സക്കരിയ നബി എന്നറിയോ? സഹോദരാ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലങ്ങളായി, വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. മക്കളില്ലാത്ത പ്രവാചകനാണ്, മക്കളില്ലാത്ത പ്രവാചകനാണ്. പടച്ചവനെ, സക്കരിയ നബി അലൈഹിസ്സലാമിന് പ്രായമായി. അതാ സക്കരിയ നബി തന്നെ അല്ലാഹുവോട് പറയുകയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസഅല الرأس ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി സഖിയാ. മഹാനായ സക്കരിയ നബി അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ചവനെ, പ്രായമായി, എല്ലുകൾ പൊടിയാൻ തുടങ്ങി, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പടച്ചവനെ, എനിക്ക് മക്കളില്ല തമ്പുരാന്. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾക്കും പ്രായമായി തമ്പുരാന്. വകാലത്തി ഇംറഅതി ആഖിറാ, അവള് പ്രസവിക്കാത്തവളാ അല്ലാഹ്, അവള് പ്രസവിക്കാത്തവളാ അല്ലാഹ്. 90 വയസ്സ് കഴിഞ്ഞ ഭാര്യയ്ക്ക് സക്കരിയ നബിയുടെ പ്രായം 120 വയസ്സായെന്ന് ചരിത്രം പറയുകയാ. 40ഉം 50ഉം 60ഉം വയസ്സായാൽ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലച്ചു പോകുമല്ലോ. പെണ്ണ മക്കൾ ഉണ്ടാവുക. സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാണ്, എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ അല്ലാഹുവേ, ഒരു സന്താനത്തിന് തരാ നിനക്ക് കഴിയുമല്ലോ. നിനക്ക് കഴിയാത്തതൊന്നുമില്ലല്ലോ അല്ലാഹ്, നിനക്ക് കഴിയാത്തതൊന്നുമില്ലല്ലോ അല്ലാഹ്. എനിക്ക് തരണം പടച്ചവരെ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാണ്, എനിക്ക് വേണം തമ്പുരാന്, ഒരു പൊന്നുമോനെ വേണം തമ്പുരാന്, ഒരു പൊന്നുമോനെ വേണം തമ്പുരാന്. 18കാരനല്ല, 25കാരനല്ല, 50 വയസ്സുകാരനല്ല, 90 വയസ്സുകാരനല്ല. അല്ലാഹുവിനോട് 100 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനായ പ്രവാചകൻ അല്ലാഹുവിനോട് പറയുന്നു, എനിക്കൊരു മോനെ വേണം തമ്പുരാന്. റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു പെങ്ങളെ. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നമുക്കൊരു മകൻ ജനിക്കാൻ പോവുകയാണ്, നീ പ്രസവിക്കും പെണ്ണേ. ഈ വൃദ്ധയായ ഞാൻ പ്രസവിക്കാനോ? നിങ്ങൾ എന്താണ് പറയുന്നത്? സക്കരിയ നബി പറഞ്ഞു, മോളെ, നമുക്ക് അല്ലാഹു ഒരു പൊന്നുമോനെ തരും. ആ പൊന്നുമോന്റെ പേരെന്തെന്നറിയോ? യഹ്യാ. ആർദ്ദനായ പ്രവാചകന് അല്ലാഹു കൊടുത്ത പൊന്നുമോന്റെ പേരാണ് യഹ്യാ. പേരിട്ടത് തന്നെ അല്ലാഹുവാ. എന്ന പേര് അല്ലാഹുവാണ് പറഞ്ഞു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ദുആ ചെയ്തിട്ടാണ് യഹ്യാ നബി അലൈഹിസ്സലാമിനെ കിട്ടിയത്. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ആര് ചോദിച്ചാലും അല്ലാഹു തരുമല്ലോ. നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയ മനുഷ്യനാണ് വെറും കൈയോടെ മടക്കുന്നത്. അല്ലാഹു അങ്ങനല്ല, അല്ലാഹു മാന്യനാണ്, അല്ലാഹു മാന്യനാണ്. ആരെങ്കിലും പടച്ച
റബ്ബിന്റെ മുമ്പിൽ കൈകൾ നീട്ടിയാൽ അവന് വെറുതെ മടക്കാൻ അല്ലാഹുവിന് ലജ്ജയാ. തരും ചെറുപ്പക്കാരാ, തരും പെങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും എന്റെ റബ്ബെനിക്ക് തരുമെന്നുള്ള പ്രതീക്ഷയോടെ ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കുമല്ലോ എന്ന ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടെ എന്തിനാ സഹോദരാ ഇവിടെ ഒരു സ്ഥാപനമുണ്ടല്ലോ, മുത്തഅല്ലിമീങ്ങളെ പഠിക്കുന്ന സ്ഥാപനമുണ്ടല്ലോ. ആ സ്ഥാപനത്തിന്റെ പരിസരങ്ങളിൽ എത്ര മുസ്ലിമീങ്ങളാ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ഇല്ലാന്നിട്ട് പോലും പടച്ചവര് വർഷങ്ങളായി സ്ഥാപനം ഇങ്ങനെ നടക്കുന്നല്ലോ. ഈ പാവപ്പെട്ട ഉസ്താദ് പകലും ആ സ്ഥാപനത്തിന് വേണ്ടി നടക്കുകയാണ്. എങ്ങനെയാണ് നടക്കുന്നതെന്നറിയില്ല. 60ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം വരുന്നത്? എവിടെ നിന്നാണ് ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത്? ഇതൊന്നും അറിയില്ലടോ. ആ പാവപ്പെട്ട ഉസ്താദ് രാവും പകലും ആ സ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസ് വിടന്ന് മാറ്റിവെക്കുകയാണ്. എങ്ങനെയാണ് നടക്കുന്നതെന്നറിയില്ല. ഓരോ വർഷവും ഇതുപോലെ ഒരുമിച്ച് കൂടും. നിങ്ങളെ പോലെയുള്ള അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ മക്കളെ ഏറ്റെടുക്കുകയാണ്. എനിക്കിതാ ഉസ്താദ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളല്ലേ, കിതാബ് പഠിക്കുന്ന മക്കളല്ലേ, ഹദീസ് പഠിക്കുന്ന മക്കളല്ലേ. അല്ലാഹുവേ, ആ മക്കളെ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തില്ലെന്ന് നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി കൊടുത്തല്ലോ. സനത് വാങ്ങിയ മക്കളെ കണ്ടില്ലേ? അത് നിങ്ങളുടെ മക്കളാണോ? നിങ്ങളുടെ മക്കളാണോ? നിങ്ങളല്ലേ അവർക്ക് ഭക്ഷണം കൊടുത്തത്? നിങ്ങളല്ലേ താമസിക്കാൻ സൗകര്യം കൊടുത്തത്? എല്ലാം ചെയ്തു കൊടുത്തത് നിങ്ങളല്ലേ? പഠിച്ചവനെ സനത് വാങ്ങി ഇറങ്ങുകയാണ്, സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ്, ദൈവത്തിന്റെ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ്. പഠിച്ചവനിക്ക് മരിക്കുന്ന കാലം വരെ അവർ എന്ത് നന്മ ചെയ്താലും അവരാർക്ക് പഠിപ്പിച്ചു കൊടുത്താലും അതിന്റെ ഒരു വിഹിതം നിങ്ങൾക്കുള്ളതാ സഹോദരാ.